അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനും കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യദൈവം എന്ന് നീ അറിയണം. അവൻ തന്നെ സ്നേഹിച്ച് തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദയയും പാലിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട പഴയ നിയമത്തിലെ അതിശ്രേഷ്ഠമായ കാതലായ ഒരു വാക്യമാണ് ഞാൻ വായിച്ചത്. അതിൽ നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത്, തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദയയും പാലിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഒരിക്കലും മാറ്റം വരുന്നില്ല. ഒരിക്കലും ദൈവം അവിശ്വസ്തനല്ല, വിശ്വസ്തനായി പാർക്കുക. മനുഷ്യൻ എല്ലാ കാര്യങ്ങൾക്കകത്തും അവിശ്വസ്തനായി തീർന്നാലും ഒരിക്കൽ പോലും അവിശ്വസ്തത കാണിക്കാതെ വിശ്വസ്തത നിലനിർത്തി കൊണ്ടുപോകുന്ന നമ്മുടെ ദൈവം. ഹല്ലേലൂയ. മനുഷ്യൻ എല്ലാ കാര്യത്തിലും ആമേനലിയ വളരെ ധൃതഗതിക്കാൻ, എടുത്തിയാട്ടക്കാൻ, മുൻകോപിയും ഒക്കെയാ. എന്നാൽ നമ്മുടെ ദൈവം അങ്ങനല്ല. നമ്മുടെ ദൈവം ആമേൻ നമ്മെ സ്നേഹിക്കുക. യഹോവയായി ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ സന്തതികളിൽ നിന്നും പിടിഞ്ഞു പോകാതിരിക്കുന്നുവെന്ന് നമ്മൾ മാലാഖയുടെ പുസ്തകം 3-ാം വായിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ ദൈവവചനം നമ്മെ കർത്താവിന്റെ നമുക്ക് നൽകുമ്പോഴേ ഹല്ലേലൂയ, ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുത്തിരിക്കുന്ന സംഭവമാണ്. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 7 തൊട്ട് വാക്യങ്ങൾ വായിച്ചാൽ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ടു തെരഞ്ഞെടുത്തത്. നിങ്ങൾ ഭൂമിയിലുള്ള സകല ജാതികളെക്കാളും പെരുപ്പമുള്ളത് കൊണ്ടല്ല നിങ്ങളെ തെരഞ്ഞെടുത്തത്. പിന്നെ എന്തുകൊണ്ടാണ്? ദൈവം നിങ്ങളെ പ്രിയപ്പെട്ടത് കൊണ്ടാണ്. നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത്. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും അത്രേ യഹോവ നിങ്ങളെ ബലമുള്ള കയ്യാൽ പുറപ്പെടുവിച്ച് അടിമ വീടായ മിസ്രയീമിലെ രാജാവായ ഫറവോന്റെ കയ്യിൽ നിന്നും വീണ്ടെടുത്തത്. വളരെ ശ്രദ്ധയോടെ വായിക്കണം കേട്ടോ, പിതാക്കന്മാരെ നടത്തിയ ദൈവത്തെക്കുറിച്ച്. അല്ലേ? ഈ വചനം വായിച്ചിട്ടാണ്, ഈ വചനം പറഞ്ഞിട്ടാണ് നമ്മൾ വായിച്ച വചനത്തിലേക്ക് വന്നത്. ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യദൈവം എന്ന് നീ അറിയണം. അവൻ തന്നെ സ്നേഹിച്ച് തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് അല്ലേ 1000 തലമുറ വരെ നിയമവും ദൈവം പാലിക്കുന്ന ദൈവമാണ്. ഒരു മാറ്റവുമില്ലാത്ത വചനം കേട്ട ശ്രോതാവേ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഈ ദൈവവചനം പറയുമ്പോൾ എന്നിട്ട് ചില കാര്യങ്ങൾ ഇന്ന് നടക്കുന്നത് നിങ്ങളെ ഓർപ്പിക്കും. നിങ്ങൾ അതിനകത്ത് വിദ്വേഷം തോന്നരുത്. എല്ലാ സഭകൾക്കകത്തുള്ള നിങ്ങൾ കണ്ടിട്ടത് ആ രീതിയിലുള്ള തലമുറ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, സ്തോത്രം. ഇവിടെ അല്ലെങ്കിൽ ആത്മാവിന്റെ ഫലങ്ങളില് 5-ാമത്തെ ഫലമാണ് ദയ എന്ന് പറയുന്നത്. ആത്മാവിന്റെ ഫലങ്ങൾ 5-ാമത്തെ കൽപ്പന ദയ എന്ന് പറയുന്നത്. അത് 1000 തലമുറ ദയ കാണിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അപ്പം ദയ എന്ന വാക്കിന് കരുണ, മനസ്സലിവ് എന്നൊക്കെ അർത്ഥം. ദയ എന്ന വാക്കിന് കരുണ, മനസ്സലിവ് എന്നൊക്കെ അർത്ഥമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ആത്മാവിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദയ അഥവാ കരുണ, മനസ്സലിവ്, അത് ആത്മാവിന്റെ പ്രവൃത്തിയായി നമ്മളത് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണം, രക്തം ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ യേശുക്രിസ്തുവിലാണ് വീണ്ടെടുപ്പ് പ്രാപിച്ചെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ദയ എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടാകും. യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുപ്പ് പ്രാപിച്ച ഒരു മനുഷ്യന്റെ ഉള്ളിൽ ദയയും കരുണയും മനസ്സിലും എപ്പോഴും ഉണ്ട്. ഹല്ലേലൂയ. അവൻ തന്റെ ഫലത്തെ പുറപ്പെടുവിക്കും. ക്രിസ്തുവിന് വേണ്ടി ഫലത്തെ പുറപ്പെടുവിക്കുവാൻ എല്ലാ സമയത്തും സന്നദ്ധനായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ട്. 11-ാം അധ്യായം എന്റെ 29-ാമത്തെ വാക്യം പറഞ്ഞു. നമ്മുടെ കർത്താവ് പറയാണ്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. അപ്പൊ നമ്മുടെ കർത്താവാരാണ്? സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്. അതുകൊണ്ട് നമ്മൾ കർത്താവിനെ കണ്ടു വേണം പഠിക്കാൻ. ആ കർത്താവിൽ പഠിക്കുമ്പോഴാണ് നമ്മുടെ ആത്മാക്കൾക്ക് ആശ്വാസം കിട്ടുന്നത്. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലുണ്ടായിരുന്ന സൗമ്യതയും താഴ്മയുമാണ് ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് ആവശ്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് നിങ്ങൾ കണ്ടില്ലേ? ഹല്ലേലൂയ.
ദൈവ സഭ എന്ന് പറയുന്ന പൗരോഹിത്യ സഭ, കത്തോലിക്ക സഭയ്ക്കകത്തും ഈ ഓർത്തഡോക്സ്, മാർത്തോമ, യാക്കോബ, ഈ വലിയ മെത്രാൻ കക്ഷി, ബാബ കക്ഷി എന്നൊക്കെ പറയുന്ന ഈ സഭയ്ക്കകത്ത് വിശ്വാസികളും അവിടുത്തെ പുരോഹിതന്മാരും തമ്മിൽ വളരെ അട്ടി നടക്കുന്നത് കണ്ടു. വളരെ ക്രൂരവും നീച്ചവും നിന്ദ്യമായ ഇടപെടലിൽ മതപുരോഹിതനെ വലിച്ച് താടിയിട്ടുക, എന്നിട്ട് സഭയ്ക്കകത്ത് ഭിന്നത വരുത്തുക. അപ്പൊ അങ്ങനെ നമ്മൾ പൗരോഹിത്യ സഭയെ നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് അവർ ചെയ്യുക? അവർ ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടവരല്ല, മാനസാന്തരപ്പെട്ടവരല്ല. മാനസാന്തരപ്പെട്ടവരും ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പും പ്രാപിച്ചവരാണെങ്കിൽ അവരുടെ ഉള്ളിൽ എന്തുണ്ടാകും? ആത്മാവിന്റെ ഫലമായ ദയ ഉണ്ടായേനെ. ആ ദയ എന്ന് പറയുന്ന ദയം ഉദ്ദേശിക്കുന്ന അവരുടെ മനസ്സും കരുണയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അവർ കീഴ്വർക്കും അനുസരിച്ച് സഭയ്ക്കകത്ത് ചോദ്യം ചെയ്യാതെ, പുരോഹിതന്മാരെ വലിച്ചിഴച്ച് നിലത്തിട്ടടിച്ചവരെ തല്ലിച്ചതയ്ക്കാതെ വിശ്വാസികൾ കീഴ്പ്പെട്ടിരുന്നേനെ. ഇത് വിശ്വാസി കീഴ്പ്പെടില്ലാത്തവർ മാനസാന്തരപ്പെട്ടവരല്ല. അല്ലേലിയ. അപ്പൊ അതുപോലെ നിങ്ങൾ ഞങ്ങളുടെ ക്രൈസ്തവ സഭ മാത്രം, ഞങ്ങളുടെ പുരോഹിത സഭ, ഞങ്ങളുടെ കത്തോലിക്ക, മാർത്തോമ, അതൊക്കെ മാത്രമേ പാസ്റ്റർക്ക് പറയാം. അല്ല, ഞങ്ങളുടെ ഉണ്ട്. ഞങ്ങളെ നിങ്ങൾ കാണണം, കേൾക്കണം. ഞാൻ പറയാം. അല്ലേലിയ. കഴിഞ്ഞ ദിവസം ഒരു സഭയ്ക്കകത്ത് വളരെ അടി ഉണ്ടായി, കീരിത്തോട്ടില്. അല്ലേലിയ. അടി എന്ന് പറഞ്ഞാൽ പൂരെ അടി. അല്ലേലിയ. പമ്പരം പോലെ കറങ്ങുന്ന അടി എന്നൊക്കെ പറയാം അവരല്ലേ. ഞാൻ ഈ അടിയും പിടിയൊക്കെ കണ്ടു കേട്ട് വളർന്നുകൊണ്ട് അത് പറയാനൊക്കെ എനിക്ക് നല്ല പ്രാഗൽഭ്യം. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ റാന്നി താലൂക്ക് ആശുപത്രിയിൽ, ആ റാന്നി താലൂക്ക് ആശുപത്രി ദൈവമക്കൾ തമ്മിൽ അങ്ങോട്ട് കോർത്തു, രണ്ട് പക്ഷമായി തീർന്നു. ഒരു സഭയ്ക്കകത്ത് അടി ഉണ്ടായി, രണ്ടായിട്ട് അങ്ങ് തിരിഞ്ഞു. രണ്ടായിട്ട് തിരിഞ്ഞ് ഒന്ന് അല്ലേലിയ രണ്ട് കക്ഷികൾ നിങ്ങൾ ഒരു പേരില്ല, തമ്മിലടിച്ച് ആശുപത്രിയിലുണ്ടായിരുന്ന പുതുമുതൽ മുഴുവൻ അടിച്ചങ്ങ് തകർന്നു. ആരാ? യേശുക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്, ദൈവസഭയിൽ നിന്ന് ആരാധിക്കുന്നവരാണ്, ആത്മാവിൽ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നവരാണ്. പക്ഷേ അടി ഉണ്ടാകുന്ന ആശുപത്രിയിൽ വന്ന് അഡ്മിറ്റായി അവിടെ തമ്മിലടിച്ച് ആശുപത്രിയിലെ പൊതുമുതൽ മുഴുവൻ അടിച്ചു തകർത്തു. എന്തായാലും പോലീസ് ഇടപെട്ട് നല്ല കാര്യമാണ്. പോലീസ് ഇടപെട്ട് എല്ലാവരും പിടിച്ചുകൊണ്ടുപോയി കേസ് റിമാൻഡ് ചെയ്തു. എന്റെ അധികാരികളോട് ഞാൻ പറയട്ടെ പ്രിയരെ, ഇവരെ റിമാൻഡ് ചെയ്തിട്ട് ഒരു 14 ദിവസം കഴിയുമ്പോൾ ഇവർക്ക് ജാമ്യം കൊടുക്കരുത്. ഇവരെയൊക്കെ റിമാൻഡ് ചെയ്തിട്ട് ഇവർ 3-4 റിമാൻഡിൽ വിടണേ. ഒരു 3-4 റിമാൻഡ് ഇവർ കിടക്കട്ടെ അവിടെ. ഇവർ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളല്ലേ, ആത്മാവിൽ സത്യം ആരാധിക്കുന്ന ദൈവമക്കളല്ലേ, ഇവരുടെ ഉള്ളിൽ ആത്മാവിന്റെ ഫലമുള്ളവരല്ലേ, ആത്മാവിന്റെ ഫലമുണ്ടെന്ന് മറ്റുള്ളവരെ പറഞ്ഞ് ധരിപ്പിക്കുന്നവരല്ലേ. എന്നിട്ട് എന്തിനാണ് ഇവർ തമ്മിലടിച്ച് സർക്കാർ സ്ഥാപനത്തിൽ വന്ന് പൊതുമുതലെ നശിപ്പിച്ചത്? ഇനി അവര് തമ്മിലടിച്ച് സഭയ്ക്കകത്ത് തീർക്കട്ടെ, അവർ തീർത്തോട്ടെ, അത് നമുക്ക് പ്രശ്നമല്ല. പക്ഷെ പൊതുമുതലെ നശിപ്പിച്ചതിന്റെ പേരിൽ നിയമ നടപടി തന്നെ സ്വീകരിക്കണം. ഇത് 3-4 റിമാൻഡ് കിടക്കട്ടെന്നേ. എന്നിട്ട് ഇവരെ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കട്ടെ. ഇവിടുത്തെ ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ അവിടുത്തെ സെഷൻസ് കോടതിയോ ജാമ്യം കൊടുക്കരുത്. അവർ ഹൈക്കോടതി ജാമ്യം എടുക്കട്ടെന്നേ. അല്ലെങ്കിൽ ഇവർക്കൊക്കെ എങ്കിലേ പഠിക്കുകയുള്ളൂ. സഭ എന്താ? ദൈവത്തിൻ്റെതാണ്. സഭ ദൈവത്തിൻ്റെതാണ്. സഭയിൽ കൂടി വരുന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരായിരിക്കണം. ആത്മാവിന്റെ ഫലമായി ദയ അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ആത്മാവിന്റെ ഫലമായി ദയ ഇല്ലെങ്കിൽ ഈ കാടത്തരങ്ങളെല്ലാം നടക്കും. അപ്പൊ ഇവരുടെ ഉള്ളിൽ ആത്മാവിന്റെ ഫലം അല്ല ഉള്ളത്, സാത്താന്റെ ഫലങ്ങളാണ് ഉള്ളത്. പിശാചാണ് ഇവരെ നയിക്കുന്നത്. ഈ വെള്ളധരിച്ച് വേഷഭൂഷണാദികളെ കെടിഞ്ഞ് രച്ചന വേഷധാരി മീശയൊക്കെ വടിച്ച് മുഖമൊക്കെ ക്ലീൻഷേവ് ചെയ്ത്, അതുകൊണ്ടൊന്നും വിശ്വാസിയാകത്തില്ല കേട്ടോ. നിങ്ങൾ ഇതിനെ എതിർത്താൽ എന്നെ സംബന്ധിച്ചൊന്നിനും ഞാൻ നിങ്ങളുടെയൊന്നും ആയിരിക്കും 1 രൂപയ്ക്ക് പോലും വരുന്ന ആളല്ല. അല്ലേലിയ. എനിക്ക് സർക്കാർ പുഴുക്കലരിയൊക്കെ തരുന്നുണ്ട്, അതൊക്കെ മതി ഞങ്ങൾക്കൊക്കെ. അതുകൊണ്ട് നിങ്ങളെയൊക്കെ അഹങ്കരിച്ച് നിഗളിച്ച് നിങ്ങൾ ചെയ്യുന്ന പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ക്രൈസ്തവ സമൂഹത്തിനകത്തും വേർപെട്ട കൂട്ടത്തിനകത്ത് ഇപ്പം തമ്മിലടിയ. അപ്പം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി മാറിയിട്ട് എന്ത് ചെയ്തു? സഭയ്ക്കകത്ത് സാത്താൻ കയറി, ദുരുപദേശം കയറി, അധികാരത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി തമ്മിലടിക്കുക. ഇപ്പൊ എന്ത്? പ്രസ്ഥാനത്തെ രണ്ടായിട്ട് പിളർത്താൻ വേണ്ടിയിട്ട് പല പ്രസ്ഥാനങ്ങൾ രണ്ടായിട്ട് പിളർത്തി രണ്ട് തട്ടിലാക്കിക്കൊണ്ട് അധികാരത്തിന് വേണ്ടി നിൽക്കുന്ന അനവധി അധികാരമോഹികളുണ്ട്. അല്ലേലൂയ. അധികാരമോഹി ഇവരുടെ ഒന്നുള്ളിൽ പരിശുദ്ധാത്മാവല്ല. അതുകൊണ്ടാണ് ദൈവാത്മാവ് പറയുന്നത്, നിങ്ങൾ ആളിൽ വലിയ കൂട്ടമായതുകൊണ്ടല്ല ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത്. നിങ്ങൾ ആളിൽ വലിയ കൂട്ടമായതുകൊണ്ട് ഞാൻ തെരഞ്ഞെടുത്തത്. നിങ്ങളെ ഞാൻ പ്രിയപ്പെട്ടതുകൊണ്ട് തെരഞ്ഞെടുത്തത്. നിങ്ങളെ ഞാൻ പ്രിയപ്പെട്ടു, നിങ്ങളെ എനിക്ക് ഇഷ്ടമായി മാറി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത്. മാത്രമല്ല നിങ്ങൾ ചെറിയ കൂട്ടമായിരുന്നു. നിങ്ങൾ അടിമ വീടായിരുന്ന മിസ്രൈമിലായിരുന്നു. അവിടെ നിങ്ങളെ പിടിപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്നതാ. അതുകൊണ്ട് നിങ്ങൾ എന്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ, അല്ലെങ്കിൽ അവൻ തന്നെ സ്നേഹിച്ച തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദൈവം പാലിക്കുന്ന ദൈവമാണെന്ന്.
ഈ വചനമൊക്കെ കിടന്നിട്ടല്ലേ ഈ തമ്മിലടിക്കുന്നേ? അല്ലേ? കാര്യം പറയുന്നവനെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, കാര്യം പറഞ്ഞവനെ അവർ ആക്ഷേപിക്കും. ഇപ്പൊ ഞാനിത് പറഞ്ഞുകൊണ്ട് നാളെ അല്ലെങ്കിൽ കുറച്ചുകൂടി ഭയങ്കര പോസ്റ്റർ വന്നേക്കാം. അപ്പൊ എന്ത് വന്നാലും എനിക്ക് നീയൊക്കെ കാണിക്കാതെ പറയാതിരിക്കാൻ പറ്റും. വീണ്ടും ജന്മം പ്രാപിക്കണമെന്ന് മാനസാന്തരപ്പെട്ട് മടങ്ങിയ ക്രൈസ്തവ സമൂഹത്തിൽ ഞാൻ പറയില്ലേ, പള്ളിയിലായിരുന്നാലും പള്ളിയിൽ അച്ഛന്മാരൊക്കെ വാലിച്ചിട്ട് ഇടയ്ക്കുന്നത് കണ്ടില്ലേ? എന്നെ കേൾക്കുന്ന വിശ്വാസം നിങ്ങൾ ദൈവത്തിന്റെ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയില്ലേ? ദൈവത്തിന്റെ ആലയത്തെ കള്ളന്മാരുടെ ഗുഹ. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം അല്ലെങ്കിൽ 2-15 വാക്യം വായിക്കണം. യേശു ദേവാലയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ആട്, മാട്, കാള, പ്രാവ് വിൽക്കുന്നവരെ കണ്ട്, പൊൻവാണിവക്കാരെ കണ്ടിട്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവരുടെ പീഠങ്ങളെല്ലാം മറിച്ച് കളഞ്ഞ് അവരെല്ലാം പള്ളിയിൽ നിന്ന് പുറത്താക്കി. നമ്മൾ കണ്ടതാ, സുവിശേഷത്തിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരശുശ്രൂഷ സമയത്ത് ആശ്ചര്യമായിരിക്കുന്ന ആ യെരൂശലേം ദേവാലയം, അതുപോലെ ആശ്ചര്യമായ ആ ദേവാലയത്തിൽ ഹല്ലേലൂയ അവിടെ ഈ പൊൻവാണിവക്കാരെയും പ്രാക്കളെയും ആടുമാട് കാളുകളെ വിൽക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ കർത്താവിന് ഹൃദയത്തിൽ വളരെ കോപം പൂണ്ട് അവരെല്ലാം അവിടെ നിന്ന് ഇറക്കി വിട്ടെങ്കിൽ, അപ്പോൾ ശരിമാരുണ്ട് അവന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ്. സംഗീതം 69 പറയുന്നത് അവിടെ നിറവേറുക കർത്താവിന്റെ ആലയത്തെക്കുറിച്ച് എരിവ്. അപ്പം ആന്തരികമായ ദൈവാലയത്തിൽ അങ്ങനെ ഒരു പ്രവൃത്തി നടന്നെങ്കിൽ പുതിയ നിയമസഭയുള്ള ബന്ധത്തെ പറയട്ടെ, ഇവിടെ ആന്തരികമായ ദേവാലയമല്ല നമ്മൾ, പിന്നെ ആരാണ്? നമ്മൾ ആത്മീയ ദേവാലയങ്ങളാണ്. 4 ചുമരുകൾക്കകത്ത് കൂടി വന്ന അതല്ല ദൈവാലയം. അത് നമുക്കെല്ലാവർക്കും കൂടി വന്ന് ഒരാഴ്ച ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ, നമുക്ക് നൽകിയ നന്മകൾ, നമ്മളെ വിടുവിച്ച വിധങ്ങൾ, നമുക്ക് തന്ന ആയുസ്, ആരോഗ്യം എല്ലാം പറയുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ഉള്ളതാണ് ഈ ദൈവാലയം എന്ന് പറയുന്നത്. അത് ക്രൈസ്തവരുടെ ആകട്ടെ, ഹിന്ദുവിന്റെ ആകട്ടെ, ഇസ്ലാമിന്റെ ആകട്ടെ, പെന്തക്കോസ്തുകാരുടെ ആകട്ടെ, നമുക്ക് കൂടി വരാൻ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള സ്ഥലമാണ്. ഒന്നിച്ചുകൂടി എല്ലാവരും ഒന്ന് കണ്ടുകൂട്ടാൻ. അവിടെ അല്ല, അത് ആലയമാണെന്ന് നമ്മൾ പറയുന്നെങ്കിലും അതിനകത്തല്ല ദൈവം വസിക്കുന്നത്. ദൈവം വസിക്കുന്നത് ആത്മീയ ദേവാലയമായിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിലാകട്ടോ. അതുകൊണ്ടാണ് അല്ലെങ്കിൽ 1 കൊരിന്ത്യർ ലേഖനം 3:16 പറയാം, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാ, ഈ കാലഘട്ടം ദൈവത്തിന്റെ മന്ദിരം നീയാ. ദൈവത്തിന്റെ മന്ദിരമാകുന്ന, നിന്റെ ശരീരമാകുന്ന കൂടാരത്തിനകത്ത് ദൈവമുണ്ടെങ്കിൽ, കർത്താവായ യേശുക്രിസ്തു നീ വീണ്ടെടുക്കപ്പെട്ടവളാണെങ്കിൽ നിന്റെ ഉള്ളിൽ ആത്മാവിന്റെ ഫലമായിരിക്കും ദയ ഉണ്ടാകും. അല്ലേറിയ ദയ ഉണ്ടെങ്കിൽ മാത്രമേ നിന്റെ സഹോദരനോട് ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ, നിന്റെ സഹോദരനോട് ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ. ദൈവസഭയുടെ ഇടയന്മാരായാലും വിശ്വത്ത പരസ്പരം ക്ഷമിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആത്മാവിന്റെ ഫലം ഉണ്ടാകണം. ഇപ്പൊ നോക്കി, കഴിഞ്ഞ കാലങ്ങളിൽ ഈ കത്തോലിക്കരുടെ ഈ മാറ്റം, ഈ ഓർത്തഡോക്സിന്റെ സഭയിലുണ്ടായ അടിപിടി എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ യൂട്യൂബിലെല്ലാം വളരെ വ്യാപകമാണ്. വേർപെട്ട പെന്തക്കോസ്തുകാരുടെ സഭയിലുണ്ടായ അടിയെല്ലാം യൂട്യൂബിൽ എടുത്തിട്ടിരിക്കുക. ഫേസ്ബുക്ക് അതിങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുക. എത്ര അപമാനമാണ് ശ്രോതാവ് നീ സഭയ്ക്കകത്ത് ചെയ്തു കൂട്ടിയത്. കർത്താവ് എന്താ പറഞ്ഞു? യോഹന്നാന്റെ സുവിശേഷം 15-16 വാക്യം എന്താ പറയുന്നത്? നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാ. ശരിയ, എന്തിനാ നിങ്ങൾ പോയി ഫലം കായ്ക്കണം, അധികമായി ഫലം കായ്ക്കണം. അത് നിങ്ങളുടെ ഫലം നിലനിൽക്കണമെന്ന യേശു സ്തോത്രം പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്. ഇവിടെ അത് തന്നെയല്ലേ യേശു പറഞ്ഞത്? അല്ലേ, നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പുള്ളവരാകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തെരഞ്ഞെടുത്തത്, നിങ്ങൾ സകല ജാതികളെക്കാളും കുറവായിരുന്നല്ലോ. കുറവായിരുന്നു, എല്ലാ ജാതി കുറഞ്ഞായിരുന്നു. അതിൽ തെരഞ്ഞെടുത്ത് എന്നെ കേൾക്കുന്ന പ്രശ്നേതാവി, മിസ്രൈമിന്റെ അട്ടിമ വീട്ടിൽ നിന്നെ അവരെ കൊണ്ടുവന്ന പോലെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ഈ ലോക ജീവിതത്തിൽ പാപം വസിക്കുന്ന ജീവിതത്തിൽ ദൈവം നിന്നെ തെരഞ്ഞെടുത്ത് ആത്മാവിന്റെ ഫലം നിന്റെ ഉള്ളിൽ നിറച്ചിട്ട് നിന്നെ ദൈവസഭയെ നിർത്തിയിട്ട് കർത്താവ് പറയുകയാണ്, അവൻ തന്നെ സ്നേഹിച്ചാൽ നീ കർത്താവിനെ സ്നേഹിച്ച് ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, 1000 തലമുറയുടെ നിയമവും നിനക്ക് ദൈവം തരും. ഇല്ല, നീ ഇതുപോലെ സഭയ്ക്കകത്ത് അടിച്ച് പിരിഞ്ഞ് കലകമുണ്ടാക്കി ചേർത്തെടുത്തടിച്ച് ദൈവം നിയോഗിച്ച അഭിഷേകത്തിന്റെ തലയടിച്ച് പൊട്ടിച്ച് ചീർത്ത പറഞ്ഞ് നീ ജീവിച്ച നിന്റെ തലമുറ നിന്റെ തലയടിച്ച് പൊട്ടിക്കും. പ്രൈസറോ, മാനസാന്തരപ്പെടണം. എന്നെ കേൾക്കുന്ന വിശ്വാസികളോ, നിങ്ങൾ മാനസാന്തരപ്പെടും. മൂത്ത മാനസാന്തരം 3 മാസം എന്നാണ് പറയുന്നത്. മൂത്ത മാനസാന്തരം 3 മാസം. കാലങ്ങളായിട്ട് ദൈവസഭ എന്ന ദൈവത്തെ ആരാധിച്ചിട്ട് ഇന്ന് ചെയ്തു കൂട്ടുന്ന ഹീനവും നികൃഷ്ടവുമായ പ്രവൃത്തി എന്താ? ചിലരേക്ക് ദൈവം നികൃഷ്ടബുദ്ധി കേൾപ്പിച്ചെന്ന്
അല്ലരിയ ഈ സാത്താൻ താനും വെളിച്ചതൂതന്റെ വേഷം ധരിച്ചു വരുന്നെന്ന് വചനം പേര്. ഈ സാത്താൻ താനും വെളിച്ചതൂതന്റെ വേഷം ധരിച്ചു. ഇതാരാ ഈ വെളിച്ചതൂതൻ എന്ന് പറയുന്നത്? സാത്താൻ താനും വെളിച്ചതൂതന്റെ വേഷം ധരിച്ചു. നമ്മൾ അത് വേറെ ആരെങ്കിലും കാണരുത്. സാത്താൻ താനും വെളിച്ചതൂതന്റെ വേഷം ധരിച്ചു മറ്റു മതക്കാരെ കാണും, മറ്റ് ജനങ്ങളെ കാണും, മറ്റ് ജാതികളെ കാണും. അങ്ങനെയല്ല. സാത്താൻ താനും തന്നെ വെളിച്ചതൂതന്റെ വേഷം ധരിച്ചു തരുന്നപ്പം നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ കാണണം അവരെ. അവൻ നിങ്ങളുടെ ഇടയിലുണ്ട്, നിങ്ങളുടെ സഭയ്ക്കകത്തുണ്ട്. സാത്താൻ താനും വെളിച്ചതൂതന്റെ വേഷം ധരിക്കുന്നപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ സഭയ്ക്കകത്തുണ്ട്, നിങ്ങളുടെ പള്ളിയിലുണ്ട്. അവനാണ് വെളിച്ചതൂതന്റെ വേഷം ധരിച്ചിട്ട് സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത്. അല്ലേറിയ സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ളവരാ. സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നവൻ ഇടയനെ അട്ടിക്കുന്നവൻ, തെറി വിളിക്കുന്നവൻ, കസേര എടുത്ത് അടിക്കുന്നവൻ, അത് കത്തോലിക്കയിലായിരുന്നില്ല, മറ്റ് കത്തോലിക്ക യാക്കോബോസ് ഏത് വിഭാഗത്തിലായിരുന്നാലും പെന്തക്കോസ്തിലായിരുന്നാലും സഭ പ്രശ്നം ഉണ്ടാക്കുന്നവൻ ആരാ? സാത്താൻ താനും വെളിച്ചതൂതന്റെ വേഷം ധരിച്ചു നിൽക്കുന്നവൻ. അവൻ നമ്മുടെ ഇടയിലുണ്ടെന്ന് അവരെയാണ് തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നോതാവി, കർത്താവ് പറയാണ്, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്കായിരം തലമുറ വരെ നിയമവും പരിപാലിക്കുന്ന ദൈവമെന്ന് വേദപുസ്തകം പറയുമ്പോൾ, കാലാകാലങ്ങളായി സുവിശേഷത്തെ ഇവിടെ നിന്ന് അന്യപോത്തി ദൈവമക്കളുടെ വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ ആരാധിച്ചവരുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാതെ കർത്താവിന്റെ വരവേറ്റം ആസന്നമായെന്ന് തിരിച്ചറിഞ്ഞിട്ട് നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. പ്രൈസറോ. അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ദൈവഭയം നഷ്ടപ്പെട്ടു, ജനത്തിന് ദൈവഭയം നഷ്ടപ്പെട്ടു. മതങ്ങൾ തമ്മിൽ കലഹിക്കുന്നു, ജനങ്ങൾ തമ്മിൽ കലഹിക്കുന്നു, ഒരിടത്തും സമാധാനമില്ല. അല്ലേ എലിയ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ മാനസാന്തരപ്പെടണം. അല്ലേ? ആത്മാവിന്റെ ഫലമായിരിക്കും ദയ നിനക്ക് നഷ്ടപ്പെട്ടു പോയി സ്വതാവേ. ആത്മാവിന്റെ ഫലമായി ദയ നിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ നീ ഒരിക്കലും ഒരു കലഹക്കാരനായിരിക്കത്തില്ല. ദയ എന്ന വാക്കിന് കരുണ, മനസ്സലിവ്, അത് കരുണയും മനസ്സലിവും നിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ നിനക്കെതിരെ ശത്രു നിൽക്കുമ്പോൾ നിനക്ക് അവരോട് കരുണ കാണിക്കാൻ മനസ്സലിവ് തോന്നാൻ കഴിയുമായിരുന്നു. നമ്മുടെ യേശു അതല്ലേ ചെയ്തത്? യേശു അതാ ചെയ്തത്. അപ്പം പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും വിശുദ്ധന്മാർ, പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും വിശുദ്ധന്മാർ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലമായ ദയ മറ്റുള്ളവർക്ക് കാണിച്ചിരുന്നു. പഴയ നിയമം നോക്കി കണ്ടേ, ആത്മാവിന്റെ ഫലമായ ദയ അനവധി പഴയ നിയമ ഭക്തന്മാരുണ്ടായിരുന്നു, പുതിയ നിയമത്തിലുണ്ടായിരുന്നു. അവരുടെ പ്രാർത്ഥനകളെ ശ്രദ്ധിച്ചു നോക്കണം. അവരുടെ പ്രാർത്ഥനകളെ ശ്രദ്ധിച്ചു നോക്കിയാൽ നിന്റെ കണ്ണുകൾ എനിക്ക് ദയ നൽകുമെങ്കിൽ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച അനവധി ദൈവമക്കളെ കാണാൻ കഴിയും. അതുകൊണ്ടല്ല നമ്മുടെ ദാവീദ് രാജാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്. ഞാൻ എന്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരുമെന്ന് സങ്കീർത്തനക്കാരൻ 121 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരുമെന്ന് ഈ ഭക്തൻ പറഞ്ഞിട്ട് അടുത്ത വാക്യം പറയുന്നത്, എന്റെ സഹായം ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അതെ, അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് ആത്മാവിന്റെ ഫലമായി ദയയിൽ നിറഞ്ഞു നിന്ന് പ്രാർത്ഥിച്ച ഭക്തന്മാരെ പഴയ നിയമത്തിൽ കാണാൻ കഴിയും. പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പെന്തക്കോസ്താളിൽ കൂടിയിരുന്ന 100 മേൽ അവർ ദൈവത്തിന്റെ കൃപ പ്രാപിച്ച അഭിഷേകം ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആത്മാവിന്റെ ഫലത്താൽ വരെ നിറച്ചു. ദയ അവർ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാം ദൈവസന്നിധിയിൽ നോക്കിയിരുന്ന് പ്രാർത്ഥിച്ചു. അല്ലേലിയ. അതുകൊണ്ട് എന്താണ് വചനം പറയുന്നത്? അല്ലേലിയ, ദൈവത്തിന്റെ കണ്ണുകളിൽ നിന്ന് ദയ ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലേലിയ, കർത്താവിന്റെ ചില പ്രവൃത്തികളെ നാം മനസ്സിലാക്കണം. അല്ലേലിയ, എന്നിട്ട് വേണം നമ്മൾ കർത്താവിനോട് ചേർന്ന് ഇപ്പം കർത്താവിന്റെ ദയയെ മുൻനിർത്തി ശുശ്രൂഷക നമ്മൾ ചെയ്യണം. കർത്താവിന്റെ ദയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ എവിടെയും. എന്നെ കേൾക്കുന്ന മാതാവ്, നിന്റെ ഭവനത്തിലായിരുന്നാലും, നിന്റെ ഭർത്താവിനോടായിരുന്നാലും, ഭാര്യയോടായിരുന്നാലും, മക്കളോടായിരുന്നാലും, അമ്മായിയമ്മയുടെ മരുമോളോടായിരുന്നാലും, നീ സഭയ്ക്കകത്ത് വന്നാലും സഭയോടുള്ള സഭയിലുള്ള നിന്റെ സഹവിശ്വാസികളുടെ ഇടയിലൂടെയൊക്കെ ആത്മാവിന്റെ ഫലമായിരിക്കും ദയ മുൻനിർത്തി വേണം നീ പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ, ശുശ്രൂഷിക്കാൻ, സംസാരിക്കാൻ. അല്ലേ? അങ്ങനെയുള്ളിടത്ത് കോലാഹലങ്ങളില്ല, അവിടെ ശാന്തതയുണ്ട്, സമാധാനമുണ്ട്. ഇന്നത്തെ സഭയ്ക്കകത്തൊക്കെ ക്രൂരമായ അനുഭവങ്ങളാണ് നടക്കുന്നത്. അല്ലേലിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദയ നിറഞ്ഞു നിന്ന് വേണം ദൈവദാസന്മാരെ ശുശ്രൂഷിക്കാൻ. ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുമ്പോൾ എന്താ വേണ്ടത്? കോപവും ശാഠ്യവും ദന്തപക്ഷവും ഭിന്നതയും കുത്തുവാക്കുകൾ പറഞ്ഞല്ല ശുശ്രൂഷിക്കേണ്ടത്. ശുശ്രൂഷ എന്ന ദൈവത്തിന്റെ ദയ, ആത്മാവിന്റെ ഫലമായിരിക്കുന്ന 5ാമത്തെ ഫലമായിരിക്കും ദയ നിറഞ്ഞു നിന്ന് ശുശ്രൂഷിക്കണം.
ഹല്ലേലൂയ. അതാണ് ദൈവത്തിന് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ ദയയാൽ വിജയം നമുക്ക് വരിക്കാൻ കഴിയും. കർത്താവ് തന്നെ നിങ്ങൾക്ക് ദയ നൽകുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ കഴിയണം. മറ്റുള്ളവരുടെ കണ്ണുകളിൽ നിന്ന് നിങ്ങൾക്ക് ദയ നാമെ ലഭിക്കുവാനായി നിങ്ങൾ ഹല്ലേലൂയ ശ്രമിക്കരുത്. മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് നിങ്ങൾക്ക് ദയ ലഭിക്കണമെന്നില്ല. ലോക ജനത്തിന്റെ കയ്യിൽ നിന്ന്, ലോകത്തിലുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ദയ ലഭിക്കത്തില്ല. പക്ഷെ ദയ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കണം. ദയ എന്ന് പറയുന്ന ആത്മാവിന്റെ ഫലം മറ്റൊരാൾ തരുന്നതല്ല. ഹല്ലേലൂയ. അത് ദൈവം തരുന്നതാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, സ്തോത്രം സ്തോത്രം. വേദപുസ്തകം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 47 അധ്യായം 4 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 47 അധ്യായം 4 വാക്യത്തില് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ദേശത്ത് താമസിപ്പാൻ ഞങ്ങൾ വന്നിരിക്കുന്നു. കനാൻ ദേശത്ത് ക്ഷാമം കഠിനമായിരിക്കയാൽ അടിയങ്ങളുടെ ആടുകൾക്ക് മേച്ചിലില്ല. അടിയങ്ങൾ ഗോർശൻ ദേശത്ത് പാർത്തു കൊള്ളട്ടെ എന്ന് അവർ ഫറവോനോട് പറഞ്ഞു. ഫറവോൻ യോസേപ്പിനോട് നിന്റെ അപ്പനും അമ്മയും സഹോദരന്മാരും നിന്റെ അടുക്കൽ വന്നിരിക്കുന്നുവല്ലോ. മിസ്രയീം ദേശം നിന്റെ മുമ്പാകെ ഇരിക്കുന്നു. ദേശത്തിലേക്കും നല്ല ഭാഗത്ത് നിന്റെ അപ്പനെയും അമ്മയും സഹോദരന്മാരെ പാർപ്പിക്കാം. നോക്കണം, യോസേപ്പിനെ തന്റെ സഹോദരന്മാര് പൊട്ടക്കുഴിയിൽ കയറ്റി ഇസ്മായിലൊക്കെ വിട്ട് അങ്ങനെ പോത്തിഫറിന്റെ ഭവനത്തിൽ കൊണ്ട് വിട്ടു. ഹല്ലേലൂയ. പോത്തിഫറിന്റെ ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി ഈ യോസേപ്പ് കുറ്റവാളിയാകേണ്ടി വന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി ഹല്ലേലൂയ പോത്തിഫറിന്റെ വീട്ടിൽ ഉണ്ടായ ഹീനമായ പ്രവർത്തി മുഖാന്തരം യോസേപ്പ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട യോസേപ്പിന്റെ കൂടെ ആരുണ്ടായിരുന്നു? ദൈവമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 4 വാക്യം വായിക്കും ഇങ്ങനെ കാണുന്നത്: അവന്റെ യജമാനൻ കണ്ട് അതുകൊണ്ട് യോസേപ്പ് അവനിഷ്ടനായി ശുശ്രൂഷ ചെയ്തു. അവനെ ഗൃഹവിചാരകനാക്കി. ഇവിടെ നമുക്കുണ്ട് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ യോസേപ്പിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ നിന്ന് കൊണ്ടുവന്ന ഇസ്മായിലിന്റെ കയ്യിൽ നിന്നും ഫറവോന്റെ ഉദ്യോഗസ്ഥനായി അകമ്പടിനായ പോത്തിഫർ എന്ന മിസ്രൈമിൻ അവനെ വിലയ്ക്ക് വാങ്ങിയിട്ട് അവനോടുകൂടി ദൈവം ഉണ്ടായിരുന്നു. ആ യോസേപ്പിനോട് ആരുണ്ടായിരുന്നു? ദൈവം ഉണ്ടായിരുന്നു. പോത്തിഫറിന്റെ ഭവനത്തെ അപമാനിച്ചു അവിടുന്ന് കാരാഗ്രഹത്തിൽ നിന്ന് മിസ്രൈമിനെ രണ്ടാമനായി ഫറവോൻ ഉയർത്തിക്കഴിഞ്ഞ് അതിനുശേഷമായി യോസേപ്പിന്റെ സഹോദരന്മാരും അപ്പനും എല്ലാം കൂടെ മിസ്രൈമിൽ എത്തിക്കഴിഞ്ഞപ്പം ഫറവോൻ പറയുകയാണ്, നിന്റെ അപ്പനും നിന്റെ സഹോദരന്മാരും എല്ലാം മിസ്രൈമിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ മിസ്രൈം ദേശത്തുള്ള ഏറ്റവും നല്ല ദേശം നിന്റെ അപ്പനും അമ്മയ്ക്കും നിന്റെ അപ്പനും സഹോദരന്മാർക്കും താമസിക്കാൻ നീ കൊടുക്കുക. അവരുടെ ആടുമാടുകൾ മേയ്ക്കട്ടെ. അങ്ങനെയാണ് ഇസ്രായേലിന് ഗോർശൻ ദേശത്ത് ലഭിക്കുന്നവരുടെ പാർക്കുന്നതും. ഹല്ലേലൂയ. ഓർത്തുവയ്ക്ക്, സ്വന്തം സഹോദരന്മാർ ഉപദ്രവിച്ച് നീചമായി ക്രൂരമായി ഉപദ്രവിച്ച് പീഡിപ്പിച്ച് മിസ്രൈമിലേക്ക് വിറ്റ് കളഞ്ഞിട്ടും ഹല്ലേലൂയ ആ സഹോദരന്മാർ തിരിച്ച് മിസ്രൈമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ യോസേപ്പ് മിസ്രൈമിന്റെ രണ്ടാമനെ വാഴുന്ന സമയത്ത് യോസേപ്പ് പ്രതികാരം തീർക്കാതെ, യോസേപ്പ് പ്രതികാരം ചെയ്യാതെ, കഴിഞ്ഞകാല അനുഭവങ്ങളെ എണ്ണി പിറക്കി പറയാതെ യോസേപ്പ് എന്ത് ചെയ്തു? തന്റെ പിതാവായിരിക്കുന്ന യാക്കോബിനോടും തന്റെ സഹോദരന്മാരോടും ദയ കാണിച്ചു. ഹല്ലേലൂയ. ആ ദയാണ് ശ്രോതാവേ നിനക്ക് വേണ്ടത്. യോസേപ്പ് എന്ന് പറയുന്ന വ്യക്തിയിൽ ആ ദയ ഉണ്ടായിരുന്നു. എന്ത് ചെയ്തു? യാക്കോബ് തന്റെ മക്കളും ഗോശൻ ദേശത്ത് പാർത്തു. ക്ഷാമകാലത്ത് യോസേപ്പ് അവരെ പോറ്റി പുലർത്തി. ഹല്ലേലൂയ. അപ്പൊ യോസേപ്പിന്റെ ഹല്ലേലൂയ പോത്തിഫറിന്റെ കണ്ണുകളിൽ നിന്നും ദയ കിട്ടാതെ യോസേപ്പിന് വന്നപ്പോൾ ഫറവോന്റെ കണ്ണുകൾ ദയ കിട്ടിയത് കൊണ്ടാണ് അവനെ രണ്ടാമനാക്കി മാറ്റിയത്. എന്തുകൊണ്ടാണ്? ഫറവോനിൽ ദൈവം ഇടപെട്ടു. ഫറവോന് മനസ്സിൽ ഇവന്റെ കൂടെ ദൈവത്തിന്റെ ആത്മാവുണ്ട്, ഇവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ദയുണ്ട്. അതുകൊണ്ട് എന്റെ രാജ്യത്തിന് ഒരു ഭരണാധികാരിയായി ഇരിക്കുവാൻ, എന്റെ രാജ്യത്തിലുള്ള മിസ്രൈമിനേക്കാൾ ശ്രേഷ്ഠൻ പിടിച്ചുകൊണ്ടുവന്ന തടവിലകപ്പെട്ട് കിടക്കുന്ന തടംപുള്ളിയായിരുന്ന യോസേപ്പാണ് യോഗ്യനെന്ന് ഫറവോന്റെ ഉള്ളിൽ തോന്നി. അങ്ങനെ ഫറവോന് ദയ തോന്നി യോസേപ്പിനെ മിസ്രൈമിന്റെ രണ്ടാമനാക്കി മാറ്റി. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഈ വചനമൊക്കെ ഇവിടെ കിടക്കുമ്പോഴാണോ നീ ഇവിടെ കിടന്ന പ്രശ്നം ഉണ്ടാക്കുന്നേ? ഈ വചനമൊക്കെ ഇവിടെ കിടക്കുമ്പോഴാണ്, ഈ വചനം കിടക്കുമ്പോഴാണോ നീ പ്രശ്നം ഉണ്ടാക്കുന്നത്? നീ ആലയത്തിൽ കൂടി വരുന്നത്, ക്രൈസ്തവ സമൂഹത്തോട് നീ ആലയത്തിൽ കൂടി വരുന്നത് അടി ഉണ്ടാക്കാൻ വേണ്ടി വരരുത്, തമ്മിലടിക്കാൻ വേണ്ടി വരരുത്, പ്രതികാരം തീർക്കാൻ വേണ്ടി വരരുത്. ആലയത്തിൽ കൂടി വരുമ്പോൾ പരസ്പരം ശത്രുക്കളെ കണ്ടാൽ നിനക്ക് സ്നേഹിക്കാൻ കഴിയണം. യേശു എന്താ? നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിക്കും. യേശു എന്താ പറഞ്ഞേ?
നിങ്ങൾ മത്തായി 5-ാമത്തെ വലിയ 40 തൊട്ട് താഴോട്ട് അങ്ങ് വായിക്കണം കേട്ടോ. കുറെ അങ്ങ് വായിക്കും, ഇരുപക്ഷം അങ്ങ് വായിക്കുക. അപ്പൊ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. അല്ലെങ്കിൽ ഇതല്ലേ യേശു നമ്മെ പഠിപ്പിച്ചത്. അപ്പൊ യേശു ക്രിസ്തു പഠിപ്പിച്ച വചനത്തിന് വിരുദ്ധമായി നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആത്മാവിന്റെ ഫലമാകുന്ന ദയ നഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ ഉള്ളിൽ ക്രോധം നിറഞ്ഞു, കോപം നിറഞ്ഞു. ഇപ്പൊ നിങ്ങൾ മനുഷ്യനല്ല, നിങ്ങളൊരു മൃഗത്തിന് തുല്യമാ. അതുകൊണ്ടാണ് 49-ാം സംഗതി 20-ാം വാക്യം പറയുന്നത്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യൻ. പാപികളായിരുന്ന നമ്മെ ദൈവം വിളിച്ച് വേർതിരിച്ച് പാപത്തിൽ നിന്ന് നമുക്ക് മോചനം തന്ന് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് ആത്മാവിന്റെ ഫലമായിരിക്കുന്ന ദയ നമ്മുടെ ഉള്ളിൽ തന്നു. ഹല്ലേലൂയ. ആ ദയ നിന്റെ ഈ ലോക ജീവിതത്തിന്റെ മരണം വരെ ആ ദയ നിന്റെ ഉള്ളിൽ നിന്ന് മാറരുത്. ഹല്ലേലൂയ. ആ ദയ എന്ന് പറയുന്നത് മരണത്തോളം നിന്റെ ജീവിതത്തിൽ നിലനിൽക്കേണ്ടതാണ്. അതുകൊണ്ടാണ് കർത്താവ് നിന്നെ നീ രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് നീ ദൈവ കൽപ്പന സ്വീകരിപ്പാൻ വേണ്ടി തയ്യാറാകുമ്പോൾ സഭയ്ക്കകത്ത് നീ അത് അറിയിക്കുമ്പോൾ സഭ നിന്നെ ദൈവകൽപ്പനയാൽ സ്നാനത്തിന് വേണ്ടി ഒരുക്കും. അങ്ങനെ സ്നാനപ്പെടുത്തി കഴിയുമ്പോൾ നീ സ്നാനത്തിൽ വെള്ളത്തിൽ മുങ്ങിപ്പോകുമ്പോൾ ദൈവദാസൻ സ്നാപകൻ നിന്റെ തലയെ കൈവച്ചിട്ട് പറയാറുണ്ട്, മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക എന്നാൽ നീ ജീവകിരീടം പ്രാപിക്കും. ഹല്ലേലൂയ. അപ്പൊ നീ ആത്മാവ് നിറയപ്പെട്ട് ദയ എന്ന് പറയുന്ന ആ ഫലം നിന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ പിന്നെ നീ മരണപര്യന്തം, ദയയുടെ വാക്കിന്റെ അർത്ഥം എന്താ? കരുണ, ആ മനസ്സിലും കരുണയിലും നീ മരണം വരെ ഈ ഭൂമി ജീവിക്കണം. ഹല്ലേലൂയ. മരണപര്യന്തം അല്ലേ വിശ്വസ്ത എന്നാൽ ജീവനം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മുമ്പോട്ട് ഈ ജീവിക്കുന്ന പലർക്കും ഈ ജീവകിരീടം കിട്ടത്തില്ല. ഹല്ലേലൂയ. അവർക്കൊക്കെ സാത്താൻ മുൾക്കിരീടം വീണ്ടും വെച്ചിട്ടുണ്ട്. സഭയ്ക്കകത്ത് നിൽക്കുന്ന പലർക്കും ഇന്ന് ജീവകിരീടം കിട്ടത്തില്ല. എന്തുകൊണ്ടാണ്? ആത്മാവിന്റെ ഫലമായിരിക്കും ദയ നഷ്ടപ്പെട്ട് സഹശുശ്രൂഷകളുടെ സഹവിശ്വാസികളുടെ ഭവനത്തിൽ ഭാര്യയോട്, മക്കളോട്, അമ്മായിയും അരിവുകളോട് പൊറുക്കാൻ കഴിയാതെ പരസ്പരം ശണ്ടയിട്ട് കലഹിച്ച് ശത്രുക്കളെ പോലെ ജീവിച്ച് സഭയ്ക്കകത്തും പുറത്തും അടിയുണ്ടാക്കി ജീവിച്ചിട്ട് നീ പള്ളി വന്നിരുന്ന് എത്ര കൈകൊട്ടി പാട്ടുപാടി ആരാധിച്ച് എത്ര ജയം പറഞ്ഞാലും നല്ലൊരു ജീവകിരീടം നിനക്ക് കിട്ടത്തില്ല. ഹല്ലേലൂയ. നീ ധരിക്കേണ്ട മുൾക്കിരീടത്തെ യേശു ധരിച്ചു നിന്റെ തലയിൽ നിന്ന് മുൾക്കിരീടം മാറ്റിയിട്ട് ജീവകിരീടം തരാൻ വേണ്ടി. ആ ജീവകിരീടം തരാൻ വേണ്ടിയിട്ടാണ് നിന്റെ ഉള്ളിൽ ആത്മാവിന്റെ ഫലമായി ദയ തന്നത്. പക്ഷെ നീ വീണ്ടും ആത്മാവിന്റെ ഫലമായി ദയ നിന്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടിട്ട് നീ ആ മുൾക്കിരീടത്തിന് പുറകെ യാത്ര ചെയ്യുക. ഇപ്പൊ കണ്ട് അടിപൊളി ഉണ്ടാക്കി ആശുപത്രി കിടക്കുന്നവരൊക്കെ തലയിൽ എന്തുണ്ട്? മുൾക്കിരീടമുണ്ട്. ആ മുൾക്കിരീടം അവന്റെ തലയിൽ സാത്താൻ വെച്ചപ്പോഴാണ് മുൾക്കിരീടത്തിന് വേദനിച്ചു. ഹല്ലേലൂയ. പല സഭകളിൽ എന്ത് ചെയ്യുന്നു? ജീവകിരീടം പ്രാപിക്കുവാൻ, തേജസ്സിന്റെ കിരീടം പ്രാപിക്കുവാൻ, പ്രശംസയുടെ കിരീടം പ്രാപിക്കുവാൻ, വാടാത്ത കിരീടം നീതിയുടെ കിരീടം പ്രാപിക്കാനുള്ള ദൈവമക്കളൊക്കെ എന്ത് ചെയ്തു? ആത്മാവിന്റെ ഫലമായി ദയ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദയ പിശാചൊക്കെ നഷ്ടപ്പെടുത്തി അവരുടെ ഉള്ളിലെ മനസ്സിലും കരുണയൊക്കെ മാറ്റിക്കളഞ്ഞ് പിശാച് കൊണ്ട് ഇത് മുൾക്കിരീടം വെച്ചു കൊടുത്തു. ഹല്ലേലൂയ. അപ്പൊ മുൾക്കിരീടം ധരിച്ച് സഭയ്ക്കകത്തിരുന്ന് ആരാധിക്കുവാൻ എപ്പോഴും കോപമായിരിക്കും. അവന്റെ തന്നെ മുൾക്കിരീടം കാണാം. മുൾക്കിരീടം ഇടയ്ക്കിടയ്ക്ക് കുത്തി വേദനിപ്പിക്കുക. ഇടയ്ക്കിടയ്ക്ക് ആ മുൾക്കിരീടത്തിന്റെ വേദന മുള്ളു കൊണ്ടിറങ്ങും വേദനിക്കും. അതുകൊണ്ട് അവനിരുന്ന് ആരാധിക്കുന്നവനെ ഇടത്തും വലത്തും അവളിരുന്ന് ആരാധിക്കുമ്പോൾ അവള് ഇടയ്ക്ക് ആരാധിക്കും. ഇടത്തും വലത്തും ഉള്ളവരെല്ലാം നോക്കും. അല്ലേ? ഇടത്തും വലത്തുള്ളവരെയൊക്കെ നോക്കും. മുമ്പിൽ പാസ്റ്ററെ കുറിച്ച് കുറ്റം പറയും. ഇടത്തിരിക്കുന്ന സൗകര്യത്തെക്കുറിച്ചും വലത്തിൽ സൗകര്യം കുറ്റം പറയും. ഈ സഹോദരന്മാർ ഇടത്തും പുറത്തും മുമ്പോട്ടും പുറകോട്ടും ഒക്കെ നോക്കും. ഈ സഭയ്ക്കകത്ത് നമ്മൾ മീറ്റിംഗ് ഇറക്കും. ചിലർ കാണത്തില്ല. ചില സൗകര്യന്മാർ കണ്ടിട്ട് ഇങ്ങോട്ട് നോക്കും, ഈ വലത്തോട്ട് നോക്കും, പുറകോട്ട് നോക്കും, മുമ്പോട്ട് നോക്കും. അതിൽ ഒച്ച സഹോദരന്മാരെ നോക്കും, സഹോദരന്മാർ നോക്കും. എന്താ അവന്റെ തല മുൾക്കിരീടം ഇരിക്കുക. അവൻ ഇരിക്കുന്ന സഭയ്ക്കകത്ത് വിശ്വാസിയായിട്ടാണെങ്കിലും അവന്റെ ഉള്ളിലെ ദയ എടുത്ത് മാറ്റി കരുണയും മനസ്സിലും മാറ്റിയിട്ട് ഇപ്പൊ സാത്താൻ മുൾക്കിരീടം വെച്ചിട്ട് അവൻ ആ മുൾക്കിരീടത്തിലിരുന്ന് ആരാധിക്കുന്നേ. ആ മുൾക്കിരീടം ധരിച്ചിരുന്ന് ആരാധിക്കുന്നുണ്ട്. എന്ത് ചെയ്യുന്നു? അവന് കോപമാണ് അവന്റെ ഉള്ളിൽ. വേദന, മുള്ളങ്ങോട്ട് കുത്തും. ആ മുള്ളു കുത്തുമ്പോൾ തന്റെ അരികിലിരിക്കുന്നവരെ സ്നേഹിപ്പാൻ കഴിയത്തില്ല, പ്രതികാരം തീർക്കും. പക്ഷെ യേശു അതെന്താ പറയുക, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് യേശു പറഞ്ഞ നീ ശത്രുക്കളെ സ്നേഹിക്കണം. ഹല്ലേലൂയ. നിന്നെ ഉപദ്രവിക്കുന്നത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നിന്റെ തലയിലെ മുൾക്കിരീടം ഞാൻ ഏറ്റെടുത്തു. നീ ധരിക്കേണ്ട മുൾക്കിരീടമായി നിന്റെ തലയിൽ ചുമക്കേണ്ടത് നിനക്ക് കിരീടമായിട്ട് തരേണ്ട മുൾക്കിരീടമാണ് ഞാൻ എന്റെ തലയിൽ ഏറ്റെടുത്തത്. എന്റെ ശിരസിലത് വഹിച്ചു. നീ വെക്കണ്ട, നിനക്ക് ഞാൻ ജീവകിരീടമാണ് തരുന്നത്.
ഹല്ലേലൂയ. ആ ജീവകിരീടം പ്രാപിച്ചുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം മുഴുവൻ നീ വിശ്വസ്തയോടെ നിൽക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവി, ഈ വചനം ഒന്ന് നിനക്ക് ഇഷ്ടപ്പെട്ട് നീ ഇരുന്ന കേൾക്ക്. ഹല്ലേലൂയ. നീ മാനസാന്തരപ്പെട്ട സഹോദര. ഹല്ലേലൂയ. നീ സഭയ്ക്കകത്ത് നല്ലൊരു ഫലം കായ്ക്കുന്ന വ്യക്തിയായി മാറണം. അല്ലേ? അപ്പൊ ഫറവോന്റെ സഹോദരന്മാർ ഫറവോന്റെ ജീവിതത്തിലും ഫറവോന്റെ നാട്ടിലും ഫറവോന്റെ അധികാരികളും ഫറവോന് സൈന്യവും എല്ലാം ക്രൂരന്മാരായിരുന്നു. ഫറവോനും ഫറവോന്റെ സഹോദര വർഗങ്ങളും ഫറവോന് ശക്തികൾ എന്നൊക്കെ പറയുമല്ലോ നമ്മള്. അന്ന് ആ നാട്ടിലുണ്ടായിരുന്ന മിസ്രൈമിലെല്ലാം കഠിനമായ ക്രൂരരായിരിക്കുമ്പോഴാണ് കാരാഗ്രഹത്തിൽ കിടക്കുന്ന യോസേപ്പിനോട് ഫറവോന് ദയ തോന്നിയത്. വേണമെങ്കിൽ ഈ ഫറവോന് വേണമെങ്കിൽ അല്ലേലൂയ ഈ യോസേപ്പിനോട് വേണേ ദയ കാണിക്കാതിരിക്കാമായിരുന്നു. അല്ലേലൂയ. കാരണം ജയിൽ പുള്ളിയല്ലേ. എന്നാലും ഫറവോന് ദയ തോന്നക്കത്തക്ക നില ദൈവം അവരോട് ഇടപെട്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ ഉള്ളിൽ ഫറവോന് ശക്തി ഉണ്ടെങ്കിൽ ആ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ദൈവം നിന്നെ തെരഞ്ഞെടുത്ത് സഹവിശ്വാസികൾ കരുണ തോന്നത്തിൽ നിന്നെ ആത്മാവ് നിറച്ചത്. അല്ലേലൂയ. അതുകൊണ്ടാണ് യോസേപ്പിന് തന്റെ ജ്യേഷ്ഠന്മാരോട് പക പോക്കാമായിരുന്നു. പക്ഷെ യോസേപ്പ് തന്റെ ജ്യേഷ്ഠന്മാരോട് പക പോക്കാതെ താൻ ജീവകിരീടം പ്രാപിച്ചവനായതുകൊണ്ട് ആത്മാവിന്റെ ഫലമായ ദയ യോസേപ്പിന്റെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് സഹോദരന്മാർ വന്നപ്പം പഴയത് പറഞ്ഞ് യോസേപ്പിനെ ഉപദ്രവിച്ചത്, പൊട്ടക്കിണറ്റിലിട്ടത്, ഇസ്മായിലേക്ക് വിറ്റത്, ഇതൊക്കെ പറഞ്ഞ് ആ മുൾക്കിരീടം വെച്ച് കുത്തുവല്ല യോസേപ്പ് ചെയ്തത്, തന്റെ സഹോദരന്മാരെ ചേർത്ത് പിടിച്ചു. അല്ലേ? അതാണ് ദയ കേട്ടോ. നിന്റെ സഹോദരനെ സ്നേഹിക്കുക, ചേർത്ത് പിടിക്കാൻ കഴിയണം. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ ഉണ്ടാക്കട്ടെ, പക്ഷെ നീ വീണ്ടെടുക്കപ്പെട്ടവനാണെങ്കിൽ, നീ മാനസാന്തരപ്പെട്ടവളാണെങ്കിൽ നീ പ്രശ്നം ഉണ്ടാക്കരുത്. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരും തനി മുൾക്കിരീടം വയ്ക്കുക. സാത്താൻ കൊണ്ട് മുൾക്കിരീടം വെച്ചിട്ട് പോയി. ഹല്ലേലൂയ. നിങ്ങൾ കൈകൊട്ടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അന്യഭാഷ പറയാൻ, സ്വോത്രം പറയാൻ, സ്തുതി പറഞ്ഞിട്ട് പള്ളിയിൽ പോകുന്നുണ്ട്, നേർച്ച കാഴ്ച വഴിപാടുകൾ എല്ലാം നടത്ത് പെരുന്നാൾ കൂടുന്നുണ്ട്, ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നിന്റെ സഹോദരനെ കണ്ടാൽ, നിന്റെ അടുത്ത സഹോദരിയെ കണ്ടാൽ നിനക്ക് മിണ്ടാൻ പറ്റാതെ നീ കലഹിക്കുക, ചീത്ത വിളിക്കുക. എന്താ? നിന്റെ തല്ലി മുൾക്കിരീടമാണ്. ഹല്ലേലൂയ. ഒരു പള്ളിയിലാ ഒന്നിച്ചാ പോകുന്നത്, ഒരു വാഹനത്തിലാ പോകുന്നേ. അല്ലെങ്കിൽ ഒന്നിച്ചാ നടക്കുന്നത്. പക്ഷേ പരസ്പരം മിണ്ടത്തിൽ. എന്തുകൊണ്ടാ? തലയിൽ മുൾക്കിരീടം ഇരിക്കുന്നു. ഹല്ലേലൂയ. തലയിൽ മുൾക്കിരീടം. കർത്താവ് എന്താ? നിന്റെ തലയിൽ ജീവകിരീടം വെച്ചിരിക്കുന്നത്. സാത്താൻ പറഞ്ഞു, ജീവകിരീടം നീ വെക്കണ്ട, ഞാൻ നിനക്ക് മുൾക്കിരീടം തരാൻ പോവുക. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഈ മുൾക്കിരീടം കർത്താവ് മാറ്റിയില്ല, പിന്നെ നീ അത് ധരിക്കരുത്. അതുകൊണ്ട് ആ മുൾക്കിരീടമൊക്കെ മാറ്റി ആ വേദന അനുഭവത്തിന് മാറ്റിയിട്ടാണ് ആത്മാവിന്റെ ഫലമായി ദയ നിനക്ക് തന്നത്. പ്രൈസലോ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, അവൻ തന്നെ സ്നേഹിച്ച് തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദൈവം പാലിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മാറത്തില്ല. ദൈവത്തിന്റെ കരുണ ഒരിക്കലും നിന്നു പോകത്തില്ല. നമ്മുടെ ജീവിതം എത്രയുണ്ടോ, നമുക്ക് ഈ ഭൂമിയിൽ എത്ര ദിവസം തന്നോ, ആ ജീവിതകാലം മുഴുവൻ ദൈവത്തിന്റെ ദയയിൽ നിറഞ്ഞു വേണം ജീവിക്കുവാൻ. ഹല്ലേലൂയ. എവിടെയും ദയ നമുക്കുണ്ടായിരിക്കണം. ശ്രേഷ്ഠരോട് ഹല്ലേലൂയ. ജയയില്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ മുള്ളും പറക്കാരെയും കൊണ്ട് നിറയപ്പെട്ടതാ. രക്തം ചെയ്യും. ഹല്ലേലൂയ. ജീവിതം കർത്താവിന്റെ. അതുപോലെ തന്നെ ദൈവത്തിന് വചനം, മറ്റുള്ള കണ്ണിൽ നിന്ന് നിങ്ങൾക്ക് ദയ ലഭിക്കുവാനായി കർത്താവ് നിങ്ങൾക്ക് കൃപ ചെയ്യുന്നതിനാൽ നിങ്ങൾ മറ്റുള്ളവരുടെ ദയ കാണിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഈ മറ്റുള്ളവരിൽ നിങ്ങൾ ദയ കാക്ഷിക്കാറുണ്ട് ഇല്ലേ? മറ്റുള്ളവരിൽ ദയ നിങ്ങൾ ആഗ്രഹിക്കാറുണ്ട്. മറ്റുള്ളവരുടെ കയ്യിൽ നിങ്ങൾ ദയ കാക്ഷിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ആ ദയ ഉണ്ടായിരിക്കണം. നിങ്ങൾ മറ്റുള്ളവർക്ക് ദയ കാണിക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ ദയ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഹല്ലേലൂയ. കാണിക്കുന്നത് ദയ എന്ന പദത്തിന് ഈ കരുണ അല്ലെങ്കിൽ മനസ്സലിവ് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നതാണ്. ദയ എന്ന വാക്കിന്റെ അർത്ഥം കരുണ, മനസ്സലിവ്, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം. ഹല്ലേലൂയ. പ്രവൃത്തിയിൽ കൊണ്ടുവരണം. ഹല്ലേലൂയ, സ്തോത്രം. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഈ വാക്കിൽ നിന്നാണ് ദയാളൻ എന്ന വാക്കുണ്ടായത്. ഈ ദയ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ദയാളൻ എന്ന വാക്കുണ്ടായത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ദയ കാണിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ദാനധർമ്മിഷ്ഠൻ ആകുന്നു. നമ്മൾ മറ്റുള്ളവരുടെ ദയ കാണിച്ച് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മൾ ദാനം ചെയ്യുന്നു. ദാനം ധർമ്മിഷ്ഠൻ എന്നൊക്കെ പറയും. അങ്ങനെ ദയ കാണിച്ച് കരുണ ചെയ്യുമ്പോൾ നമ്മൾ കരുണയുള്ളവനായി മാറും.
ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ള കരുണ കാണിക്കണം. ഹല്ലേലൂയ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കുമെന്നാണ് ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞത് 5-ാം അധ്യായം. എന്നാൽ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അതുകൊണ്ട് ശ്രോതാവേ, നീ കരുണയുള്ളവനായി മാറണം, കരുണയുള്ളവളായി മാറണം. ഹല്ലേലൂയ. ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ മതം, സാമൂഹ്യ സാംസ്കാരിക ചരിത്ര മാധ്യമ മീഡിയ രംഗങ്ങളിൽ നിൽക്കുന്ന സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ, രാഷ്ട്ര തലവന്മാർ, ഹല്ലേലൂയ, സകല ജനത്തോടും പറയട്ടെ, നിന്റെ ഉള്ളിൽ ദയ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ ദയുണ്ടെങ്കിൽ നിനക്ക് മറ്റുള്ളൊരു കരുണ കാണിക്കുക, മനസ്സലിവ് കാണിക്കുക കഴിയും. ഹല്ലേലൂയ. ദയ നഷ്ടപ്പെട്ടു പോയ നീ പരാക്രമശാലിയാണ്. ഹല്ലേലൂയ. ഈ ദയ നഷ്ടപ്പെട്ടു പോയ ഒരു കൂട്ടം ആളുകളെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു. അതിൽ ഒരു കാര്യം ഞാൻ പറയാം. 1 പത്രോസ് ലേഖനം 2-ാം അധ്യായം അല്ലെങ്കിൽ 1-ാം വാക്യം, അവിടെ ദയ നഷ്ടപ്പെട്ടു പോയവരെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. ആകയാൽ സകല ദുഷ്ടതയും, ഹല്ലേലൂയ, സകല ദുഷ്ടതയും വ്യാജഭാവവും അസൂയയും ചതിവും, ആകയാൽ സകല ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയയും നുണയും നീക്കിക്കളഞ്ഞ്. അപ്പൊ എന്ത് ചെയ്തു? അവൻ സ്വതം ദയ നഷ്ടപ്പെട്ടവന്റെ ജീവിതത്തിൽ ദുഷ്ടത, ചതിവ്, വ്യാജഭാവം, അസൂയ, നുണ, ഈ 5 കാര്യങ്ങളാണ്. ദയ നഷ്ടപ്പെട്ടു പോയപ്പോ ഈ 5 കാര്യം ഇത് മുള്ളുപോലെ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ഹല്ലേലൂയ. ഈ ദുഷ്ടത എന്ന് പറയുന്ന കിരീടം, ചതിവെന്ന് പറയുന്ന കിരീടം, വ്യാജഭാവം എന്ന് പറയുന്ന കിരീടം, അസൂയ എന്ന് പറയുന്ന കിരീടം, നുണയും എന്ന് പറയുന്ന ഹല്ലേലൂയ ഈ കിരീടം, ഇത് നിന്റെ ഉള്ളിൽ നീക്കിക്കളഞ്ഞിട്ട്, അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, ആകയാൽ സകല ദുഷ്ടതയും വ്യാജഭാവവും അസൂയയും നുണയും എല്ലാ ചതിവും നീക്കിക്കളഞ്ഞിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ മായമില്ലാത്ത വചനമെന്ന പാൽ കുടിപ്പാൻ വാഞ്ചിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ദയ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജഡത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവെന്ന്. ഹല്ലേലൂയ. ജഡത്തിന്റെ പ്രവൃത്തി വന്നാൽ അത് നമ്മെ തകർക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ചെറിയ ചെറിയ രോഗം വന്നത് നന്നായി നീക്കിക്കളയും. നിങ്ങൾ ഈ മരമൊക്കെ ശ്രദ്ധിച്ചു, ഈ പ്ലാവിയിലും ഈ മാവിലും ഒക്കെ നിങ്ങൾ നോക്കിയാൽ ഇത്തിൽക്കണ്ണി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇത്തിൽക്കണ്ണി. അപ്പൊ ഇത്തിൽക്കണ്ണി ഒരു മാവിന്റെ കൊമ്പയിൽ അല്ലെങ്കിൽ പ്ലാവിന്റെ കൊമ്പയിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾ അതിനെ അടർത്തി കളയണം, അല്ലെങ്കിൽ അവിടെ ചെത്തി എന്തെങ്കിലും മരുന്ന് തേക്കണം. അല്ലെങ്കിൽ അവിടെ പിന്നെ അത് ഉണ്ടാകത്തില്ല. അതിലൊരു ഇത്തിൽക്കണ്ണി അല്ലേ ഉള്ളോ എന്ന് വെച്ച്, ഹല്ലേലൂയ, നിങ്ങൾ ആ ഇത്തിക്കണ്ണി വളരാൻ സമയം കൊടുക്കുമ്പോൾ, അവസരം കൊടുക്കുമ്പോൾ, മാവിന്റെ കൊമ്പ് മുഴുവൻ ഇത്തിൽക്കണ്ണി അല്ലെ പ്ലാവിന്റെ കൊമ്പ് മുഴുവൻ ഇത്തിൽക്കണ്ണി അങ്ങ് പടരും. അവസാനം ആ കൊമ്പ് ഓടിച്ചുകൊണ്ട് താഴെ വീഴും. ആ കൊമ്പ് തകർന്നു. ഇത്തിൽക്കണ്ട് വേരങ്ങോട്ട് ആഴമായിട്ട് പതിയും എന്ന് പറഞ്ഞവരാണ്. നിങ്ങളുടെ ഉള്ളിൽ ദയ അങ്ങോട്ട് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയ എല്ലാം നുണയും ഇത്തിൽക്കണ്ണി പോലെ നിങ്ങളുടെ തലയിൽ കിരീടമായിട്ട് വരും. അതാണ് മുൾക്കിരീടം. അല്ലേ നിങ്ങളുടെ തലയിലിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ചു കേട്ടോ. അപ്പൊ യേശു മുൾക്കിരീടം ധരിച്ച് നിന്റെ തല ജീവകിരീടം വെച്ചതുകൊണ്ട് നീ ദയയുള്ളവനായി മാറണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. വചനം, നീ ദയയില്ലാത്തവനായതുകൊണ്ടാണ്, നിന്റെ ഉള്ളിൽ ദയ നഷ്ടപ്പെട്ടുകൊണ്ടാണ് നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാത്തത്, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടാത്തത്, നിന്റെ കുടുംബത്തിനകത്ത് ശാപം മാറാത്തത്, രോഗം മാറാത്തത്, ബന്ധനം മാറാത്തത്. നിന്റെ ഉള്ളിലെ ദയ നഷ്ടപ്പെട്ടു പോയി. നീ മദ്യത്തിനും മയക്കും ലഹരിക്ക് അടിമപ്പെട്ട നിന്റെ തലമുറ നിന്നെ അനുസരിക്കാത്തത്, നീ എവിടെയും പ്രശ്നക്കാരിയായി മാറുന്നത്, കലഹിക്കുന്നവൻ കലഹം ഉണ്ടാക്കുന്നതായി നീ മാറുന്നതിന്റെ കാരണം എന്താ? നിന്റെ ഉള്ളിൽ ആത്മാവിന്റെ ഫലം നഷ്ടപ്പെട്ട് ഇത്തിൽക്കണ്ണി പിടിക്കുന്ന പോലെ നിന്റെ ആത്മാവിനകത്ത് ദുഷ്ടതയും ചതിയും വ്യാജവും അസൂയും നുണയും വന്ന് കയറി. അത് ഇത്തിൽക്കണ്ണി പോലെ വേരും നിന്റെ ഹൃദയത്തിൽ. അപ്പൊ നിനക്ക് ശത്രുവിനെ സ്നേഹിക്കാൻ കഴിയത്തില്ല, നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. നീ ശത്രുതാ മനോഭാവമുള്ളവനാണ്. ഹല്ലേലൂയ. മനസാന്തരപ്പെട്ട് മടങ്ങി വരണം കേട്ടോ. മനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ഹല്ലേലൂയ നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ വചനം വായിക്കുമ്പോൾ നമ്മുടെ ദൈവമക്കൾ വളരേണ്ട കാര്യങ്ങളെക്കുറിച്ച് വേദപുസ്തകം പറയണം. ദൈവമക്കൾ എങ്ങനെ വളരണമെന്ന് യേശുക്രിസ്തു തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിലാകട്ടോ. ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം ഹല്ലേലൂയ 52-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യന്റെയും കൃപയിലും മുതിർന്നു വന്നു.
യേശുവിനെ കുറിച്ച് ലേലിയ പറയാണ്, യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യന്റെ കൃപയിലും മുതിർന്നു വന്നു. എന്നെ കേൾക്കുന്ന മാതാപിതാ, മിസ്രൈമ അടിമത്തത്താൻ മിസ്രൈമിൽ അടിമപ്പെട്ടായിരുന്ന അല്ലെങ്കിൽ ആ അനുഭവത്തിൽ നിന്ന് ഇസ്രായേലത്തെ നടത്തിക്കൊണ്ടുവന്നിട്ട് മോശ ജനത്തോട് പറയുകയാണ്, അവൻ തന്നെ സ്നേഹിച്ച് തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ നിയമദയും നൽകും എന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ടുവന്ന നമ്മെ ഈ പരുവത്തിൽ വരെ കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോൾ, അല്ലെ ഈ നിലയിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോൾ, ഈ കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണെങ്കിൽ യേശു ക്രിസ്തുവിനെ പോലെ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും നിങ്ങൾ മുതിർന്നു വരണം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ വളരേണ്ട ജ്ഞാനം, അല്ലെ, നിങ്ങളുടെ ഉള്ളിൽ വളരേണ്ടത് ജ്ഞാനത്തിൽ നിങ്ങൾ വളരണം. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ജ്ഞാനത്തിൽ നിങ്ങൾ വളർച്ചയിൽ വരണം. ദൈവത്തിന്റെയും മനുഷ്യന്റെ മുമ്പിൽ നിങ്ങൾ കൃപയിൽ മുതിർന്നു വരണം. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ വചനത്തിന് വിരുദ്ധമായി നീ പ്രവർത്തിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തി ഏതാണ്? ഹല്ലേലൂയ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ച് ഈ ഭൂമിയിലാക്കി വെച്ചപ്പോൾ നീ സഭയ്ക്കകത്ത് പ്രശ്നം സൃഷ്ടിക്കുന്നവളാണെങ്കിൽ, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നതാണെങ്കിൽ നിന്റെ ഉള്ളിൽ തറച്ചിരിക്കുന്ന ആ മുള്ളുപോലെയുള്ള ആ കയ്പിനെ നീ എടുത്ത് മാറ്റണം. ഹല്ലേലൂയ. ചിലരുടെ വാക്കുകൾ അങ്ങ് ശ്രദ്ധിക്കണം. ചില വാക്കുകൾ എന്ത് ചെയ്യാം, അണലി വിഷം പോലാ. ഹല്ലേലൂയ. ചിലരങ്ങോട്ട് ചില വാക്കുകളൊക്കെ ഇങ്ങോട്ട് ഉപയോഗിച്ചാൽ അണലി വിഷത്തെക്കാൾ വളരെ, നമുക്കറിയാം അണലി വിഷം എന്നുള്ള പെട്ടെന്ന് മനുഷ്യൻ മരിച്ചു പോകുന്ന കേസാണ്. അണലി കടിച്ചാൽ മരണമെന്നാണല്ലോ. അതുകൊണ്ട് അണലി കടിച്ചാൽ ഉടൻ അടുത്ത സ്തോത്രം ആശുപത്രിയിൽ എത്തിക്കണം. അല്ലെങ്കിൽ അടുത്ത ആശുപത്രിയിൽ എത്തിച്ച് അത് ആന്റിബയോട്ടിക് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ മനുഷ്യൻ മരിക്കാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ചില ആളുകളുടെ വായിലെ ആ വാക്കെന്ന് പറഞ്ഞാൽ അണലി വിഷം പോലെയുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. മറ്റു മനുഷ്യരുടെ മുമ്പിൽ പറയുന്ന, മറ്റു മനുഷ്യരെ കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്ന അപവാദങ്ങളും അപമാനങ്ങളും ചിലരുടെ നാവിൽ അണലി വിഷം പോലെ ഇത് നിറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. അവരൊക്കെ ദയയില്ലാത്തവരാ, കരുണയില്ലാത്തവരോ, മനസ്സിലില്ലാത്തവരോ ലോക മനുഷ്യരാ. പ്രൈസലോ. സാത്താനവരുടെ ഹൃദയത്തെ വശീകരിച്ചു വെച്ചിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പേരിൽ നീ മാനസാന്തരപ്പെട്ട് മടങ്ങുക. ഞാനീ പറഞ്ഞ സുവിശേഷം എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ പ്രസംഗിച്ചെന്ന് പറയുന്നത് നിങ്ങളെ അങ്ങ് അനുഗ്രഹിച്ചങ്ങ് ഹല്ലേലൂയ BMW നടത്തുമെന്നൊന്നും അല്ല പറഞ്ഞത് കേട്ടോ. നിങ്ങളെ BMW നടത്തും, മേഴ്സസ് കാർ നടത്തുമെന്നും ഹല്ലേലൂയ 5 കോടിയുടെ 6 കോടിയുടെ വാഹനത്തിൽ നടത്തുമെന്നല്ല പറഞ്ഞത്. നീ മാനസാന്തരപ്പെടണമെന്നായി പറഞ്ഞു വരുന്നേ. അല്ലെ, നിന്റെ ഉള്ളിലെ കയ്പ് മാറ്റിക്കളയണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ നാം ദൈവത്തിന് യേശു ക്രിസ്തുവിനെ പോലെ നമ്മൾ കൃപയിലും ജ്ഞാനത്തിലും വളരണം. ഹല്ലേലൂയ. യേശുവിന്റെ അരികിൽ വന്ന കുഷ്ഠരോഗികൾ 10 കുഷ്ഠരോഗികൾ യേശുവിന്റെ അരികിൽ വന്നു. യേശു 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. 10 പേര് സൗഖ്യമായി പോയി. പക്ഷെ ഒരുവൻ മാത്രം മടങ്ങി വന്ന് യേശുവിന് നന്ദി പറഞ്ഞു. ബാക്കി 9 പേര് എവിടെ പോയി എന്ന് പറഞ്ഞവരാ. അല്ലെങ്കിൽ 10 പേര് സഭയ്ക്കകത്ത് ഒരുപാട് പേരുണ്ട്, ആരാധിപ്പാൻ ഒരുപാട് പേര് സ്തുതിക്കാറുണ്ട്. എല്ലാവരും സൗഖ്യം പ്രാപിച്ചവരാ. അതിൽ ഒരുവൻ ചിലപ്പോൾ ഒരുവൻ മാത്രം ഈ മടങ്ങി വന്ന് കുഷ്ഠരോഗിയെ പോലെ ഒരുവൻ കാണും. ബാക്കി 9 പേരും പഴയതിലേക്ക് തന്നെ പോയിരുന്നേ. ഹല്ലേലൂയ. 9 പേരും പഴയപോലെ ഇന്നും പാപമാകുന്ന കുഷ്ഠത്തിൽ നിറഞ്ഞിരിക്കുക. പാപമാകുന്ന കുഷ്ഠം എന്ന് പറയുന്ന മഹാവ്യാധി നിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് നീ കലഹക്കാരനായി മാറുന്നത്. പഴയ നിയമത്തിലെ കുഷ്ഠം എന്ന് പറഞ്ഞ പുതിയ നിയമത്തിൽ പാപത്തോട് ചേർത്താ പിടിപ്പിക്കുന്നത്. അതുകൊണ്ട് പാപമാകുന്ന കുഷ്ഠത്തെ നിന്റെ ഉള്ളിൽ നീക്കിക്കളയണം. സോദാവി, നീക്കിക്കളഞ്ഞിട്ട് നീ മാനസാന്തരപ്പെട്ട് മടങ്ങുക. നിന്റെ താഴ്ച ദൈവം നിന്നെ ഉയർത്തി, നിന്റെ കഷ്ടത ദൈവം മാറ്റി, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിന്റെ ശാപങ്ങൾ മാറും, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നീ ചെയ്യുന്നതൊക്കെ ജയിക്കണമെങ്കിൽ, നീ ചെയ്യുന്നതൊക്കെ വിജയിക്കണമെങ്കിൽ, നിനക്ക് നന്മ നന്മ പ്രാപിക്കണമെങ്കിൽ, എല്ലാത്തിനേക്കാൾ ഉപരിയായി സമാധാനത്തോടെ ജീവിച്ച് നിനക്ക് നിത്യമായ രാജ്യത്ത് സ്വർഗരാജ്യത്തിൽ ചെല്ലണമെങ്കിൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മടങ്ങി വരണം. നിന്റെ ഉള്ളിലെ പാപത്തിന്റെ കുഷ്ഠത്തെ മാറ്റിക്കളയണം. അതുകൊണ്ട് ഞാൻ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 9-ാമത്തെ വാക്യം. ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യദൈവം എന്ന് നീ അറിയണം. അവൻ തന്നെ സ്നേഹിച്ച് തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദയയും പാലിക്കുന്ന ദൈവം. ആത്മാവിന്റെ ഫലമായി ദയ ഹല്ലേലൂയ നമുക്ക് ആദ്യം കാണാൻ കഴിയും.
ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹാബേലി കാണാൻ കഴിയും, ഹാനോക്കി കാണാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. യോസേഫിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. നോഹയിൽ കാണാൻ കഴിയും. രക്തം ചെയ്യാം. ശമൂലിൽ കാണാൻ കഴിയും. ദാവീദിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് വരും. ഭക്തന്മാരിലേക്ക് ദയുണ്ട്. നിന്റെ ഉള്ളിൽ ദയുണ്ടോ? എന്നെ കേൾക്കുന്ന മാതാപിതാ, നിന്റെ ഉള്ളിൽ ദയുണ്ടോ? ദയ ഉണ്ടെങ്കിൽ നീ എത്ര സൗമ്യനായിരിക്കും. യേശു പറഞ്ഞ സൗമ്യതയെ താഴ്മയുള്ളവനാകെ എൻ്റെ നുകവേറ്റു എന്നോട് പഠിപ്പി. അത് നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. എന്റെ തെറ്റുകൾ തെറ്റി മടങ്ങി വന്ന മാനസാന്തരപ്പെടാൻ പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തായി ഈ വചനം കേട്ടുകൊടുക്കുന്ന സാകലിലെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കേരളത്തിൽ ലോകരാജ്യങ്ങളിലെ എല്ലാ മത സാമൂഹിക ചരിത്ര മാധ്യമ മീഡിയ രംഗം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ആമേ ശേഷത്തും ബാലിക്കോമായി വിവരത്തിൽ നിരാനപ്പെടുത്തി അശന യാചക ഓർഫണ ചോട്ടൻ ഇവർ തടവിലായിരിക്കുന്ന ജാതി മത വർഗ വർണ്ണ വ്യത്യാസം മുന്നോട്ട് കൊട്ടാരം ഇവരെ പാർക്കുന്ന എല്ലാവരും എല്ലാ മത നേതാക്കന്മാരെയും എല്ലാ വിശ്വാസികളെയും എല്ലാ കർത്താവ് ജനത്തിന്റെ വിവരങ്ങളിൽ രോഗം പാടും കർത്താവ് ജനത്തിലൂടെ ആത്മാവിനെ പറഞ്ഞ ദൈവം നയിക്കണമേ. എല്ലാ ദൈവങ്ങളും ദിവസം വരെ അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.